വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവർക്കും എൻ്റെ വക ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റർ ആയിട്ട് എന്താണ് ഉണ്ടാക്കുക? സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി ആയാലോ? അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി വളരെ വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് കുക്കറിനകത്ത് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോകാം. ചിക്കൻ കറി വയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ 1 കിലോ, സവാള 3 എടുത്തിട്ടുണ്ട്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പകുതി എടുത്താൽ മതി. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിനകത്ത് മസാല തേച്ച് പിടിപ്പിക്കുന്ന നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷമാണ് കറി വെക്കുന്നത്. പല രീതിയിൽ കറി വെക്കാം, പുറകാലെ കാണിച്ചു തരാം. അപ്പോൾ അത് ചിക്കൻ വറുത്തിട്ട് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ മസാല എല്ലായിടം തിരുമ്മി പിടിപ്പിക്കണം. മസാലയൊക്കെ പിടിക്കാനായിട്ട് അരമണിക്കൂർ നേരം നമുക്ക് വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കാം. അത് ഇരിക്കട്ടെ, അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുക്കർ അടുപ്പിൽ വെച്ച് കുക്കറിനകത്താണ് ഞാൻ വയ്ക്കുന്നത്. അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. ആദ്യം ചിക്കൻ വറക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി എണ്ണ വേണം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനുശേഷം ചിക്കൻ വറുക്കാം. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ അത് കോരിയെടുക്കാം. നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട കാര്യമല്ല. നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ വറുത്തില്ലേ, അതേമാതിരി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമുക്ക് ഇനി അത് കോരിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട കാര്യമില്ല. അപ്പം ചിക്കൻ നമ്മൾ കോരിയെടുത്തു. ആ എണ്ണയിലോട്ട് കുക്കറിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇടുക. പച്ചമണം മാറിയതിന് ശേഷം ഉള്ളി ഇടുക. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വാടാനായിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ടുണ്ട്. 1 പച്ചമുളകും അരിഞ്ഞതിട്ടിട്ടുണ്ട്. 1 പച്ചമുളക് പിന്നെ ഇടാം. നമുക്ക് പകുതി എടുത്ത് അരയ്ക്കേണ്ടതാണ്. കുറച്ച് കറിവേപ്പില ഇടാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർ മല്ലിയിലയും കൂടെ കുറച്ചിടാം. എന്തായാലും ഞാൻ കുറച്ചിടുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിനി പകുതി ഉള്ളി നമ്മൾ അരയ്ക്കണം. പകുതി ഉള്ളി ഇതിന് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം അതിനകത്ത് ഒഴിക്കാം. ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട്. പകുതി ഉള്ളി ഇവിടെ കിടന്ന് വാടട്ടെ. ഒന്നുകൂടെ തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട് വീണ്ടും അതിലൊഴിച്ച് ഒന്നുകൂടെ നല്ലതുപോലെ വഴറ്റിയിട്ട് ചിക്കനിലേക്ക് ഇടാം. തക്കാളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലിരിക്കുന്ന ഉള്ളിയിലോട്ട് നമുക്ക് ബാക്കി മസാല ചേർക്കാം. നമ്മൾ 1 സ്പൂൺ വീതം മാത്രമേ ചിക്കൻ വറുത്തപ്പം ചേർത്തുള്ളൂ. ബാക്കിയും കൂടെ ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് നമ്മൾ മുളക് ചേർക്കാം. 1 സ്പൂൺ കൂടെ ചേർക്കാം. 1.25 സ്പൂൺ ചേർക്കുന്നുണ്ട്. കണ്ടോട്ടെ, 2.5 സ്പൂൺ ആയിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മസാല നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും കുക്കറിലേക്ക് ഇടുക. ഇവിടെ നല്ലതുപോലെ ഇളക്കണം. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ, പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ, ദോശയുടെ കൂടെ, പൂരിയുടെ കൂടെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ചിക്കൻ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇനി ആവശ്യത്തിന് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെയിറ്റ് ഇടാതെ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അതേമാതിരി തന്നെ വെയിറ്റ് മാറ്റിയിട്ട് ഇതിലൂടെ നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ സിമ്മിലിടണം. എന്നിട്ട് ഒരു 7 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ ചിക്കൻ പൊടിയാതെ നല്ല ചിക്കൻ കറി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആവി നല്ലതുപോലെ മേലോട്ട് വരുന്നുണ്ട്. തീ സിമ്മിലിടുക. നമ്മൾ വെയിറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 7 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പം കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ അതേപോലെ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടല്ലേ, കുക്കറിനകത്ത് ചിക്കൻ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പലരും പറയും ചിക്കൻ കുക്കറിനകത്ത് വയ്ക്കുമ്പോൾ പൊടിഞ്ഞു പോകുമെന്ന്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, കുട്ടികളോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നല്ല കൃഷി വീഡിയോസും റെസിപ്പീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി.